ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നു പാച്ച് ടൂൾ സെക്ഷനുള്ളിലുള്ള കുറേ 3 ടൂളുകളെ കുറിച്ച് ഞാൻ അതിൻ്റെ വീഡിയോ അതെങ്ങനെ ഉപയോഗിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ആ സെക്ഷനിനുള്ളിൽ തന്നെ ഉള്ള ഒരു റെഡ് ഐ എന്നുള്ള ഒരു ടൂളിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ചില ഡിജിറ്റൽ ക്യാമറകൾ, അതായത് ഇപ്പോൾ ചെറിയ ഡിജിറ്റൽ ക്യാമറകളിൽ എടുക്കുന്ന ഫോട്ടോസ്, അത് കൂടുതലും നൈറ്റുകളിൽ എടുക്കുന്ന ഫോട്ടോസിൻ്റെ റെഡ് ഐ കാണാറുണ്ട്. ഇപ്പോഴത്തെ ക്യാമറയിൽ എനിക്ക് തോന്നുന്നത് റെഡ് ഐ അങ്ങനെയുള്ള അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ക്യാമറകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് ഉപയോഗിച്ചില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് പഴയ ക്യാമറകളിൽ ചില ക്യാമറകളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ റെഡ് ഐ വരുന്നത്, അതായത് നൈറ്റുകളിൽ എടുക്കുന്ന ഫോട്ടോസിന് റെഡ് ഐകൾ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം, അതിനുവേണ്ടി ഒരു ടൂള് ഫോട്ടോഷോപ്പ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. റെഡ് ഐ ടൂൾ ഉള്ളത് ഞാൻ പറഞ്ഞു മറ്റേ സ്പോട്ട് ഹീലിംഗ്, അതായത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ സെക്ഷനിൽ, അതായത് പാച്ച് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ടൂൾസിൻ്റെ സെക്ഷനുള്ളിൽ ലാസ്റ്റ് ടൂളാണ്, അതായത് 5ാമത്തെ ടൂളാണ് ഈ റെഡ് ഐ ടൂള്. അപ്പോൾ ഈ റെഡ് ഐ ടൂള് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനെല്ലാം ഷോർട്ട് കട്ട് കീ ജെ ആണ്. കീബോർഡിലെ ജെ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് നേരെ സ്ട്രെയിറ്റ് ഈ ടൂളിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ റെഡ് ഐ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി നമുക്കൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അതൊരു റെഡ് ഐ ഉള്ള ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കണ്ണിൻ്റെ ആ കൃഷ്ണമണിക്കുള്ളിൽ ഒരു റെഡ് കളറിലൊരു സ്പോട്ട് വന്നിരിക്കുന്നത്, 2 കണ്ണിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റെഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ അത് മാറ്റിയെടുക്കാം, അതിന് എങ്ങനെ ഈ ടൂൾ ഉപയോഗിക്കാം എന്നാണ് ഞാനിപ്പോൾ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ റെഡ് ഐ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് അതിൻ്റെ ഐക്കൺ ഒരു ഐയുടെ ഒരു ഇതുകൊണ്ട് കൂടെ ഒരു പ്ലസ് മാർക്കും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഈ ഐയുടെ ഉള്ളിലെ ആ റെഡ് പോർഷനിൽ, ആ റെഡ് വന്നിരിക്കുന്ന പോർഷൻ്റെ മിഡിലിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ബ്ലാക്ക് ആയി വന്നിരിക്കുന്നത്. അതേമാതിരി ഇപ്പുറത്തെ കണ്ണിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആയിട്ട് വരുന്നത് കാണാം. ഓട്ടോമാറ്റിക്കലി അത് ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ റെഡ് പോർഷനെ, ആ കളറിനെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ കൃഷ്ണമണിക്കുള്ളിലുള്ള സാധാരണ കാണുന്ന ആ ബ്ലാക്ക് കളറിനെ അത് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഈ റെഡ് ഐ ടൂൾ കൊണ്ട് കൂടുതൽ നമുക്ക് ഉപകാരമുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പിക്ചറിൽ റെഡ് ഐ മാറിയിട്ട് ഇപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു ഐയുടെ ഒരു ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റെഡ് ഐ ടൂൾ വളരെ ഉപകാരമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വളരെ കൂടുതലായിട്ട് റെഡ് ഐ വന്നിരിക്കുന്ന സമയത്ത്, റെഡ് ഐ ഉള്ള സമയത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് വരണമെന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള നിസ്സാരമായിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ റെഡ് ഐസ് ആണെങ്കിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഡാർക്കൺ എമൗണ്ട് ഉണ്ട്, അതായത് എന്തോരം ഡാർക്ക്, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ ബ്ലാക്കിൻ്റെ ഡാർക്ക്നെസ് എന്തോരം വേണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പപ്പിൾ സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ചില റെഡ് ഐകൾ വളരെ വലുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ അത്രയും വലുതായിട്ട് വരുന്ന റെഡ് ഐകളിൽ എങ്ങനെ കൂടുതൽ വൈഡായിട്ട് അപ്ലൈ ആകണം, അതിനുവേണ്ടിയാണ് ഈ പെപ്പിൾ സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. അത് കൂടുതലും നമുക്ക് കൂട്ടിയും കുറച്ചും എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ റെഡ് ഐകളിലെ മെയിനായിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോകളിൽ, അതായത് നിങ്ങളെടുത്തിരിക്കുന്ന ഫോട്ടോകളിലോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നേരെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ റെഡ് ഐ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ റെഡ് ഐ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ എളുപ്പമുള്ളൊരു ടൂളാണ്. പരീക്ഷിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് ഇനി ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ റെഡ് ഐ മാറ്റാനായിട്ട് നിങ്ങൾക്ക് വേറെ ഒരാളുടെ സഹായം തേടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളിപ്പോൾ ഫോട്ടോഷോപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ചില ടൂളുകൾ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻസാണ് ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൂൾസുകൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ടൂൾ, അതായത് നമ്മുടെ ടൂൾ ബോക്സിലുള്ള ആ മെയിൻ ടൂളുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷോപ്പിലൊരു വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെയുള്ള ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം, അത് ഈ ടൂൾസിനെ കുറിച്ചുള്ള ബേസിക് ട്യൂട്ടോറിയൽ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഒരു വർക്കിൻ്റെ സ്റ്റാർട്ടിങ് ട്രബിൾ എങ്ങനെ മാറ്റാൻ പറ്റും
എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ടൂൾസ് ഞാനിപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത ടൂളുകളെല്ലാം ബേസിക് ആയിട്ടുള്ള ടൂൾസാണ്. കാരണം ആ ടൂൾ ബോക്സ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, ടൂളിനെ വശമാക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്ത് ഉള്ള ഒരു പരിശീലനം മാത്രമാണ്.